തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കുമെന്ന വാശിയിലാണ് LDF. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ പരിധിയിൽ നില മെച്ചപ്പെടുത്തിയത് ഇവർക്ക് പ്രതീക്ഷയേകുന്നു. കഴിഞ്ഞ തവണ 25ലധികം ഡിവിഷനുകൾ 100ൽ താഴെ വോട്ടുകൾക്കാണ് LDFനെ കൈവിട്ടത്. CPMലെ വിഭാഗീയത ഒരു പരിധിവരെ അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞതും ആശ്വാസമാണ്. കാര്യക്ഷമമായ ഒരു പദ്ധതിയും തൃശൂർ നഗരത്തിൽ നടന്നില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ ആരോപണം. കോർപ്പറേഷനെ സംബന്ധിച്ച് അഴിമതി ആരോപണങ്ങൾ നിരവധി ഉയർന്നു വരികയാണ്. കുടിവെള്ളം കൊടുക്കുന്നതിൽ മോട്ടോർ ബൈക്കിന്റെ നമ്പർ വെച്ച് ടാങ്കർ ലോറിക്കുള്ള കാശ് കൊടുത്തു എന്നുൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ വിജിലൻസ് കണ്ടെത്തിയതല്ലേ? വൈദ്യുതി മേഖലയിലില്ല. എന്നാൽ വിമതർ ഭീഷണിയില്ലെന്നും ഗ്രൂപ്പുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നുമാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ അഴിമതി ആരോപിക്കുന്ന ഇടതുപക്ഷം കഴിഞ്ഞ 5 വർഷത്തിനിടെ കോർപ്പറേഷനെതിരെ ഒരു സമരം പോലും സംഘടിപ്പിച്ചില്ലെന്നാണ് UDF നേതൃത്വത്തിന്റെ പ്രധാന പ്രചരണം. നഗരവികസനം യാഥാർത്ഥ്യമാക്കിയെന്നും നേതൃത്വം അവകാശപ്പെടുന്നു. ഇപ്പോൾ കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ ജംഗ്ഷൻ വികസനം ഏറ്റവും ജനപ്രിയമാക്കിയ ഒരു ഭരണസമിതിയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ എന്നുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ നവീകരണം, പാർക്കിൻ്റെ നവീകരണം, അതുപോലെ ഒട്ടേറെ വികസന രംഗത്ത് ഒട്ടേറെ രംഗത്ത് മാതൃകയാവാൻ സാധിച്ചിട്ടുണ്ട്. 44 സീറ്റിൽ മത്സരിക്കുന്ന BJP 9 സീറ്റ് SNDPക്ക് നൽകി നില മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിലാണ്. 2 UDF കൌൺസിലർമാർ വിമതരായി രംഗത്തുണ്ട്. ആം ആദ്മി പാർട്ടിയും വെൽഫെയർ പാർട്ടിയും സ്വതന്ത്രരും ഉൾപ്പെടെ 55 ഡിവിഷനുകളിൽ 245 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. മീഡിയ 1 തൃശൂർ.